കഴിഞ്ഞ 5 വർഷക്കാലം അധികാരത്തിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗമായിരുന്നുകൊണ്ട് ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച ശേഷം 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങി വരുവാനൊരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ സജീവമാകുന്നത്. ഇടതുമുന്നണി യോഗത്തിലെ ജോസ് കെ മാണിയുടെ അസാന്നിധ്യത്തിന് പിന്നാലെ ഇപ്പോൾ ഇടതുമുന്നണിക്ക് വേണ്ടിയുള്ള മധ്യമേഖലാ റാലിയുടെ ക്യാപ്റ്റൻ പദവിയിൽ നിന്ന് ജോസ് ഒഴിഞ്ഞതോടുകൂടി UDF പ്രവേശനം ഏറെക്കുറെ ഉറപ്പാക്കിയെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒറ്റക്കെട്ടായിട്ടാവില്ല 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിലേക്ക് എത്താൻ പോകുന്നതെന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നിലവിൽ 5 MLAമാരാണ് ജോസ് കെ മാണി വിഭാഗത്തിന് ഇടതുമുന്നണിയുടെ പ്രതിനിധികളായി നിയമസഭയിലുള്ളത്. ഇതിലേറ്റവും ചുരുങ്ങിയത് 2 MLAമാർ, അതായത് മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന റോഷി അഗസ്റ്റിൻ, റാന്നി MLA ആയ പ്രമോദ് നാരായണൻ എന്നിവർ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന നിലപാട് തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് റാന്നി MLA പ്രമോദ് നാരായണനും മന്ത്രിയായ റോഷി അഗസ്റ്റിനും ഫേസ്ബുക്കിൽ ഇടത് നേതാക്കൾക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് തുടരും എന്ന ഒരു കുറിപ്പാണ് പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് 3 MLAമാർ, അതായത് പ്രൊഫസർ N ജയരാജ്, ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എന്നിവർ ജോസ് കെ മാണിക്കൊപ്പം UDFിലേക്ക് മടങ്ങുവാനുള്ള സാധ്യതകൾ തന്നെയാണ് സജീവമാകുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നിർണായകമായ ഒരു പാർട്ടി യോഗം ജനുവരി 16 തീയതി വെള്ളിയാഴ്ച 10 മണിക്ക് കോട്ടയത്ത് വെച്ച് ചേരുന്നുണ്ട്. അന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഒരു പിളർപ്പ് കേരള കോൺഗ്രസിൽ ആസന്നമായിരിക്കുന്നു എന്നുമാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. ഇനി എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 കൊല്ലക്കാലം ഭരണത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നുകർന്ന ശേഷം, പ്രത്യേകിച്ച് യാതൊരുവിധ രാഷ്ട്രീയ കാരണവും ഇല്ലാതെ ജോസ് വിഭാഗം UDFിലേക്ക് മടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് അധികാരത്തോടുള്ള അമിതമായ ആക്രാന്തം കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കേരള കോൺഗ്രസിൻ്റെ ഇപ്പോൾ ജോസ് കെ മാണിക്കൊപ്പം UDFിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന 3 MLAമാർക്കും ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുക അസാധ്യമാണെന്ന് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ വിലയിരുത്തി അവർ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, മന്ത്രി റോഷി അഗസ്റ്റിനും ഇടത് ക്യാബിനറ്റിലെ ചീഫ് വിപ്പായ N ജയരാജും എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയമായി ഒരേപോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിരുന്നവരാണ്. എന്നാൽ ഇവർ ഇരുവരും ഈ ഘട്ടത്തിൽ വേർപിരിയുകയാണ് എന്ന് സൂചന വരുമ്പോൾ അതിനുള്ള യഥാർത്ഥ കാരണം ജയരാജിൻ്റെ അധികാരത്തോടുള്ള അമിതമായ അഭിനിവേശമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ N ജയരാജിന് ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഒരിക്കൽ കൂടി വിജയിച്ച് കയറുവാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. 2006-11 കാലഘട്ടത്തിൽ വാഴൂരിൽ നിന്ന് തൻ്റെ പിതാവായ നാരായണക്കുറുപ്പിൻ്റെ പിൻഗാമിയായിട്ടാണ് N ജയരാജ് ആദ്യമായി MLA ആകുന്നത്. പിന്നീട് 2011 മണ്ഡല പുനർനിർണയത്തോടുകൂടി രൂപീകൃതമായ ഇന്നത്തെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് 2011-ലും 2016-ലും UDFിൻ്റെ ഭാഗമായും 2021-ൽ LDFിൻ്റെ ഭാഗമായും വിജയിച്ചു കയറിയ നേതാവാണ് N ജയരാജ്. പലപ്പോഴും സാമുദായിക സമവാക്യങ്ങളാണ് N ജയരാജിന് കാഞ്ഞിരപ്പള്ളി എന്ന മണ്ഡലത്തിൽ വിജയമൊരുക്കിയത്. എന്നാൽ അദ്ദേഹം ഈ മണ്ഡലത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ, അല്ലെങ്കിൽ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്ന 15 വർഷക്കാലത്തിനിടയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. അതിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയരാജിൻ്റെ സ്വന്തം പഞ്ചായത്തിൽ പോലും ഒറ്റ സീറ്റിൽ കേരള കോൺഗ്രസ് നേതാക്കൾ വിജയിക്കാതിരുന്നത്. ഇനി കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇടതുമുന്നണിയോടൊപ്പം നിലനിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നില എത്ര പരിതാപകരമാണെന്ന് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ആകെയുള്ളത് 9 പഞ്ചായത്തുകളാണ്. ഈ 9 പഞ്ചായത്തുകളിലുമായി 170-ലേറെ പഞ്ചായത്ത് പ്രതിനിധികളെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കുന്നത്. ഈ 9 പഞ്ചായത്തുകളിൽ നിന്നായി 70-ലധികം സീറ്റുകളിൽ 2025 മാണി ഗ്രൂപ്പാണ് ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരത്തിനിറങ്ങിയത്. എന്നാൽ അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് കേവലം 8 സീറ്റുകളിൽ മാത്രമാണ് എന്ന് പറയുമ്പോഴാണ് മാണി ഗ്രൂപ്പിൻ്റെ, അല്ലെങ്കിൽ N ജയരാജിൻ്റെ മണ്ഡലത്തിലെ ദയനീയ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തും തിരിച്ചുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സീറ്റ് എണ്ണം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചിറക്കടവ്, പള്ളിക്കത്തോട്, വാഴൂർ, കങ്ങഴ എന്നീ പഞ്ചായത്തുകളിൽ അവർക്ക് ഓരോ സീറ്റ് വീതമാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്.
കാഞ്ഞിരപ്പള്ളി, നെടുങ്കുന്നം എന്നീ 2 പഞ്ചായത്തുകളിൽ മാത്രമാണ് അവർക്ക് ഈ 2 സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള വെള്ളാവൂർ, കറുകച്ചാൽ, മണിമല എന്നീ പഞ്ചായത്തുകളിൽ ഒരു സീറ്റിൽ പോലും ജനപ്രതിനിധിയെ വിജയിപ്പിക്കുവാൻ ജോസ് കെ മാണി വിഭാഗത്തിന് 2025 സാധിച്ചിട്ടില്ല. ഇതിൽ തന്നെ കറുകച്ചാൽ എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് സംപൂജ്യരായ പഞ്ചായത്ത് ഡോക്ടർ എൻ ജയരാജിൻ്റെ സ്വന്തം പഞ്ചായത്താണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പരാജയപ്പെടുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേവലം ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. ഈ സാഹചര്യത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഒരു നേതാവ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ താൻ പരാജയപ്പെടും എന്ന പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ ധാർമ്മികത മറന്നുകൊണ്ട് എൻ ജയരാജ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിന്ന് UDFിലേക്ക് കൂറുമാറുവാനുള്ള നീക്കങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതിനുവേണ്ടി തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ റോഷി അഗസ്റ്റിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പോലും ജയരാജ് നിഷ്കരുണം തള്ളിക്കളഞ്ഞു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എൻ ജയരാജിനെ പോലുള്ളവർ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ ധാർമ്മികത കാറ്റിൽ പറത്തിക്കൊണ്ട് അവസാന നിമിഷം മറുകണ്ഠം ചാടുമ്പോൾ ബലിയാടാക്കപ്പെടുന്നതും അവസരം നഷ്ടപ്പെടുന്നതും കോൺഗ്രസിന് വേണ്ടി ഒരു പതിറ്റാണ്ട് കാലമായി പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സമരങ്ങൾ നയിച്ച, കേസുകളിൽ പ്രതികളായ, CPMനോടും മാണി ഗ്രൂപ്പിനോടും പോരാടിയ, അതിൻ്റെ പേരിൽ നിരവധി നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും അനുഭവസമ്പന്നരായ നേതാക്കൾക്കും യുവ നേതാക്കൾക്കുമാണ്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ ഉദാഹരണം എടുത്താൽ നമുക്കറിയാം, ജിജി അഞ്ചാനി എന്ന നേതാവ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവാണ്, യുവ നേതാവാണ്, UDFിൻ്റെ നിയോജക മണ്ഡലം കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ പ്രവർത്തനങ്ങളാണ് ഏറ്റവും അനുകൂലമായ ഒരു ഫലം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFിന് നേടിക്കൊടുത്തത്. ജിജിയുടെ സ്വന്തം പഞ്ചായത്തായ പള്ളിക്കത്തോട് 5 വർഷക്കാലമായി BJPയുടെ ഭരണത്തിന് കീഴിലായിരുന്നു. അവിടെ അവരെയും ഇടതുമുന്നണിയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണം പുനഃസ്ഥാപിക്കുവാൻ ജിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ CPMനെ മാത്രമല്ല BJPയെയും ഒറ്റയ്ക്ക് പ്രതിരോധിക്കുവാനുള്ള കെൽപ്പ് കോൺഗ്രസിനുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ തെളിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഈ ഘട്ടത്തിൽ ജിജിയെപ്പോലുള്ളവർ സ്വപ്നം കണ്ടിരുന്ന നിയമസഭാ സീറ്റാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഈ നഷ്ടം സംഭവിക്കുന്നവരിൽ കേവലം ഒരാളുടെ പേര് മാത്രമാണ് ജിജി അഞ്ചാനി എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലെ കോൺഗ്രസിൻ്റെ അമരക്കാരനായ DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ്, മുൻ DCC അധ്യക്ഷനും നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയായ ടോമി കല്ലാനി എന്നിവരുൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ മുൻ അധ്യക്ഷനും ഇപ്പോൾ നിലവിൽ കോട്ടയം DCCയുടെ വൈസ് പ്രസിഡൻറ്റുമായ ചിൻഡു കുര്യൻ, ബിജു പുന്നത്താനം പോലുള്ള ഒരു പിടി യുവ നേതാക്കൾക്കുമെല്ലാം കോട്ടയം ജില്ലയിലെ കോൺഗ്രസിൽ ഭാവി അടയുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറും മാണി ഗ്രൂപ്പിൻ്റെ UDFിലേക്കുള്ള പുനഃപ്രവേശനം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ 5 വർഷക്കാലവും ഇവരെല്ലാം പോരാട്ടം നടത്തിയത് പ്രധാനമായും LDFിനും CPMനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും എതിരായിട്ടായിരുന്നു. ഇത്തരത്തിൽ അവർ പോരാട്ടം നടത്തി കോൺഗ്രസിന് അഭിമാനകരമായ വിജയം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേടിക്കൊടുത്തതിന് ശേഷം അവർക്ക് ആ ഫലത്തിൻ്റെ ആനുകൂല്യം കൊയ്യുവാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് പത്തായത്തിൽ നിന്നും മോഷണം നടത്താനെത്തുന്ന കൊള്ളക്കാരെ പോലെ UDFിലേക്ക് തിരികെ വരുവാനുള്ള മാണി ഗ്രൂപ്പ് നേതാക്കളുടെ ഈ നീക്കത്തെ എന്തു പറഞ്ഞാണ് UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും ന്യായീകരിക്കുവാൻ കഴിയുക എന്ന കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കോട്ടയത്ത് സജീവ ചർച്ചയായിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, സംസ്ഥാനത്തെമ്പാടും മാണി ഗ്രൂപ്പിൻ്റെ UDFിലേക്കുള്ള ചുവടുമാറ്റം UDFിന് അനുകൂലമാകുമെങ്കിൽ കോട്ടയം ജില്ലയിലെ UDFിൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഘടനയിൽ അത് വലിയ പൊട്ടിത്തെറികളും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി വിറക് വെട്ടിയവരെയും വെള്ളം കോരിയവരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് അവസാന നിമിഷം വലിഞ്ഞു കയറി വന്ന് അവർക്കർഹതപ്പെട്ട സദ്യ ശാപ്പിടുന്ന അധമന്മാരായ ധൂർത്തപുത്രന്മാരെ പോലെ മാണി ഗ്രൂപ്പുകാർ കടന്നുകയറുമ്പോൾ അതിനോട് കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് ഉപജാപപൂർവ്വം പെരുമാറുവാനുള്ള ആത്മസംയമനം ഇവർക്ക് പലർക്കും ഉണ്ടായെന്ന് വരികയില്ല. കാരണം UDF അധികാരത്തിലെത്തുമ്പോൾ പോലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആസ്ഥാനമായ KM മാണിയുടെ ഭവനത്തിലെ പുളിമരച്ചോട്ടിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം അടിയറവ് വെക്കുവാൻ ആത്മാഭിമാനമുള്ള ഇവർക്ക് സാധിക്കുകയില്ല എന്നത് തന്നെയാണ് വസ്തുത. ഇനി ജോസ് കെ മാണിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്കും ഇത്തരമൊരു കാലുമാറ്റം അല്ലെങ്കിൽ കൂറുമാറ്റം വലിയ ഡാമേജ് ഏൽപ്പിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അധികാര രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി മാറുന്ന
അധമ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മാറുന്ന, രാഷ്ട്രീയ അത്യാഗ്രഹത്തിൻ്റെ പ്രതിരൂപമായി മാറുന്ന ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും കേരള രാഷ്ട്രീയം ഇനി മുതൽ ജോസ് കെ മാണിയെ UDFിലേക്ക് കൂറുമാറിയാൽ വിലയിരുത്തുക എന്ന കാര്യത്തിലും തർക്കമില്ല. ഏതൊക്കെയാണെങ്കിലും കേരള കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർക്ക് ഇതൊന്നും ഒരു പുതുമയല്ല. മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അധികാര സമവാക്യങ്ങൾ ഏറ്റവും ഫലപ്രദമായി വിലപേശി വിനിയോഗിച്ചുകൊണ്ട് അനർഹമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി തന്നെയാണ് അവർ ഇത്രത്തോളം വളർന്നതും ഇത്രകാലം കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തരായി നിലകൊണ്ടതും. അച്ഛനെ പോലെ തന്നെ KM മാണിയുടെ മകനും ഇതേ പാതയിൽ ചരിക്കുമ്പോൾ കേരള കോൺഗ്രസ്സുകാർ അതിന് അഭിമാന പുരസരം മുദ്രാവാക്യം വിളിക്കുമെങ്കിലും ആത്മാഭിമാനമുള്ള കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും കോട്ടയത്തെ പ്രവർത്തകർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് കോൺഗ്രസ് നേതൃത്വത്തിനും ഒരു തിരിച്ചറിവുണ്ടാവേണ്ടതാണ്. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കടന്നുവരവ് കോട്ടയം ജില്ലയിൽ UDFിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ ഈ കടന്നുവരവിന് കുടപിടിച്ച കോൺഗ്രസ് UDF നേതാക്കൾ തന്നെയായിരിക്കും അതിന് ഉത്തരവാദികൾ എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ മര്യാദ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അണികളെ തൃപ്തിപ്പെടുത്തുന്ന വിശദീകരണങ്ങൾ മാണി ഗ്രൂപ്പിൻ്റെ മുന്നണി പ്രവേശനത്തിന് മുന്നായെങ്കിലും നൽകുവാനുള്ള മര്യാദ പ്രവർത്തകരോട് ഈ നേതൃത്വം കാണിക്കണം. കാരണം കഴിഞ്ഞ 9 വർഷക്കാലവും കോട്ടയം ജില്ലയിൽ UDFിൻ്റെ പ്രസക്തി പിടിച്ചു നിർത്തുവാൻ പ്രവർത്തിച്ചവർ ഈ സാധാരണക്കാരായ പ്രവർത്തകരും അവരെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ചില പ്രാദേശിക നേതാക്കളുമാണ്. അവരെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് കരിവേപ്പിലകളാക്കി തമസ്കരിക്കുന്ന ഒരു നിലപാട് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവരുതേ എന്നാണ് ഒരു UDF കോൺഗ്രസ് അനുഭാവി എന്ന നിലയ്ക്ക് എനിക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുവാനുള്ളത്. ഏതൊക്കെയാണെങ്കിലും നിർണായകമായ ഈ രാഷ്ട്രീയ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.